പഠിക്കും, എന്നിട്ട് ചോറ് തരാം. വെക്കും. അമ്മേ, മാഷ്. എനിക്കിത് റെയിലിൽ കയറുന്നവരെ ഇരിപ്പുറക്കില്ല. വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു പ്രോബ്ലം ഓർമ്മ വന്നത്. ഉടനെ പുറപ്പെട്ടു. എന്താണ് സർ പ്രോബ്ലം? സാരമില്ല, കുറച്ച് അകലെന്നുള്ള കുട്ടികളും വരാനുണ്ടാവും. കുട്ടികളെ കൊണ്ടുവിടാനും കൊണ്ടുപോകാനും പലർക്കും ആളുണ്ടാവില്ല. ഒരു വാഹനം വേണ്ടിവരും. അതൊക്കെ നമുക്ക് സാധിക്കില്ലല്ലോ മാസ്റ്റർ. പേടിക്കണ്ട, ശരിയാക്കി. ഹൈദ്രോസിന്റെ പഴയ വാൻ 2 നേരെ ഓടും. മാസ വാടക. പിക്കപ്പ് വേണ്ടവർക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യണം ഫീസിന്റെ കൂടെ. ഇപ്പൊ തന്നെ ടൗണിലെ ഫീസ് ആണെന്ന് ചിലർക്ക് ആക്ഷേപം തോന്നിയിട്ടുണ്ട്. ഫീസ് കുറയ്ക്കില്ല. സുനന്ദ ഫ്രീ ആയി ഒറ്റ കാശും വാങ്ങിക്കാതെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വരുമോ? വരില്ല. സ്കൂളിന് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളെയും മാനിൽ അയച്ചാലോ ഒന്നുകൂടി ആലോചിക്കും. മേനി കാട്ടലില് നാട്ടിൻപുറം നഗരത്തെക്കാൾ ഒട്ടും മോശമല്ല. ഇറ്റ്സ് വേസ്റ്റ്. ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെയും നല്ല അധ്വാനായിരിക്കും സുനന്ദയ്ക്ക്. അത് സാരമില്ല. വീണ്ടും ജീവിക്കാണെന്നൊരു തോന്നലുണ്ട്. എനിക്കത് മതി മാസ്റ്റർ. ഹരിമോനെ ബോധിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ അകത്ത വിഷമം പുറത്തു കാട്ടാതെ ചിരിക്കുന്നു, കളി പറയുന്നു. ഉള്ളില് നാളെ എന്താവെന്നോർത്ത് ഭയമായിരുന്നു. ഭയം മുഴുവൻ മാറിയിട്ടില്ല. എന്നാലും അല്പം ഒരാശ്വാസം. എല്ലാം ശരിയാവും. 10-30 കുട്ടികൾ വന്നാൽ ജയിച്ചു. വരും. മാഷ ഇവിടെ എത്തിപ്പെട്ടത് എന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാവും. ആര് കണ്ടു? ഒരു കൈ പ്രഹരിക്കവേ മറിച്ചൊരു കൈ കൊണ്ട് തലോടും ഈശ്വരൻ എന്നുണ്ടല്ലോ. അന്ന് മാസ്റ്റർ പോയ ശേഷം കുറച്ചു കാലം പിന്നെയും മാഷെപ്പറ്റി ഓർക്കും. കോളേജിലാവുമ്പോഴും ഇടയ്ക്ക് പത്രത്തിൽ പേര് കാണും. പിന്നെ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ വന്നുപെട്ടപ്പോൾ പലതും മറക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ മറന്നില്ല. സത്യം. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഞാൻ സുനന്ദ നാട്ടിൽ വന്നു. പഴയ സ്കൂൾ, പഴയ വഴികൾ വെറുതെ ചുറ്റി തന്നു. വീട്ടിലും വന്നു. അപ്പൊ ഞാൻ ആരും പറഞ്ഞില്ലല്ലോ. ഗേറ്റിൽ നിന്നേ ഉള്ളൂ. തുളസിത്തറയുടെ പിന്നിൽ നിന്ന് കുട്ടിയോട് ചോദിച്ചു. സുനന്ദ നിൽക്കാറുള്ള അതേ സ്ഥലം. ഞാൻ നടക്കാൻ ഇറങ്ങുമ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി എന്ന് കുട്ടി പറഞ്ഞു. ആരാ എന്താന്നൊക്കെ ചോദിച്ചു കുട്ടി വന്നപ്പോ ഞാൻ നടന്നു. അതുപോട്ടെ, ഒരു തമാശ. ഒക്കെ നന്നായി വരും. വാനിന്റെ കാര്യായി. ഇനി എന്തോ ഒന്നുകൂടി ഉണ്ടല്ലോ, മറന്നു. എന്നും ടെക്സ്റ്റ് മറക്കാറുള്ള മാസ്റ്ററുടെ മറവിക്ക് ഒരു കുറവുമില്ലല്ലേ? മറന്നത് മനഃപൂർവ്വമായിരുന്നു. 21-ാം വയസ്സിലെ ചാവല്യമെന്നോർത്ത് ഇപ്പോ തമാശയായി ഓർക്കാം. പുസ്തകം വാങ്ങുമ്പോ ഈ വിരൽത്തുമ്പൊന്ന് തൊടാലോ. അതിനുവേണ്ടി മനഃപൂർവ്വമായിരുന്നു മറവി. സത്യം. മാഷ എന്താ മറന്നത്? മോൻ ഉറങ്ങിയില്ലേ? മാഷ എന്താ മറന്നത്? ഓ, ഓരോ പഴയ കാര്യങ്ങള്.
മോൻ ഇറങ്ങിക്കോ. മാഷൊന്നും മറന്നിട്ടില്ല. മറവി അമ്മയ്ക്കാ. മാഷ് ഒന്നും കൂടെ വരണം. മാഷ് സർവീസ് റൂൾസ് വായിച്ചിട്ടില്ലേ? ഗവൺമെന്റ് സർവൻസ് വേറെ, ബിസിനസ് നടത്താൻ പാടില്ലെന്ന് അറിയാമല്ലോ. എനിക്ക് ഇവിടെ ചിലരെ പോലെ ടാക്സിക്കാറില്ല, ട്യൂട്ടോറിയലിന് ശമ്പളമില്ല, ഹോമിയോ പ്രാക്ടീസ് ഇല്ല, ജ്യോതിഷവും ഇല്ല. നഴ്സറി സ്കൂൾ പിന്നെ ഒരു ബിസിനസ് അല്ലേ? ആയിരിക്കാം. ഞാനതിൽ ബാങ്കിലെ ജാമ്യക്കാരെ മാത്രമാണ്. പാർട്ട്ണർഷിപ്പ് ചേരാനും പാടില്ല, റൂൾസ് ഉണ്ട്. രേഖകൾ നോക്കാം. പ്രൊപ്പറേറ്ററി സ്ഥാപനമാണ്, ഞാൻ പാർട്ട്ണറല്ല. പാർട്ട്ണർഷിപ്പ് പല ലെവലിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് ഒരു അന്വേഷണം നടത്തണം എല്ലാരെ പറ്റി. സ്കൂൾ ടൈമിൽ നിങ്ങളവിടെ പോകുന്നുണ്ട്, അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് കാഷ്വൽ ലീവാണ്. പിന്നെ ചിലപ്പോൾ സിക്ക് ലീവ്. ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തേക്കാം. ലീവ് സമയം എന്റെ സ്വന്തം സമയമാണല്ലോ. ആ ശ്രമങ്ങൾ എന്തൊക്കെയായി? വേറെ സ്ഥലം കിട്ടാൻ ഞാൻ ഒഴിഞ്ഞോളാം. അതല്ല, സ്കൂളിന്റെ ശ്രമം. ആ, നടക്കുന്നു. മാളൂട്ടിയുടെ നിർബന്ധാണ്. എനിക്കാര് താമസിച്ചാൽ എന്താ? അവള് നിർബന്ധിക്കുമ്പോ ഞാനും ചുമ്മാ പേരിന് വീടൊഴിയുന്ന കാര്യം പറയും. അത് കാര്യാക്കണ്ട. അടുക്കളത്തളം പൊട്ടിന്ന് പറഞ്ഞു. ഞാൻ ശരിയാക്കിച്ചു. ഞാൻ എന്ത് സഹായങ്ങളൊക്കെയാണ് വേണ്ടത് വെച്ചാ പറഞ്ഞാ മതി. പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചും ആലോചിക്കാം. ഒക്കെ ഒന്ന് വിശദമായിട്ട് പറയൂ. അല്ല, ഞാൻ ഇറങ്ങാൻ നിൽക്കാണ്. ഓഹോ, ഇറങ്ങാം. സ്കൂളിലേക്ക് ഞാനും വരാം. ഒക്കെ ഒന്ന് നോക്കാലോ. ഈ നാട്ടിലെ ഒരു സംഭവല്ലേ, ഞാൻ അന്വേഷിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത്. എനിക്ക് തിരക്കുണ്ട്. ചിലപ്പോ മാസ്റ്റർ കാത്തു നിൽക്കുന്നുണ്ടാവും. മുരളി മാഷല്ലേ? വിവരങ്ങളൊക്കെ അപ്പ ഞാൻ അറിയുന്നുണ്ട്. വലിയ ശീലാവതിയമല്ല എന്റെ മുമ്പിൽ മാത്രമാണല്ലേ? നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോണം. എന്റെ സഹായം കൂടാതെ നീയും ആ മാഷോടെ സ്കൂൾ നടത്തുവോ? അതാ എനിക്ക് കാണേണ്ടത്. നടത്തും. ഉദ്ഘാടനത്തിന് ക്ഷണക്കത്തും വരും. അപ്പൊ മാളൂമ്മയും കൂട്ടി വന്നാ മതി. ഇപ്പൊ പോണം. എന്റെ പാർട്ട്ണർഷിപ്പിലെ വ്യവസ്ഥകൾ അറിയാഞ്ഞിട്ടാണ് സ്കൂളിലെ അസ്വാസ്ഥ്യം. നാട്ടുപ്രമാണിയുടെ താക്കീതും കിട്ടി. ഇദ്രോസ് വന്നല്ലോ. ഇദ്രോസേ, ആയയുടെ പണിക്ക് വരാന്ന് പറഞ്ഞ ആളോട് ഇന്ന് തന്നെ വരാൻ പറ. ഇതിന്റെ സീറ്റ് നന്നാക്കാൻ പോകും പറയാം. 30 കുട്ടികൾ സുഖമായിട്ടിരിക്കുന്ന ഇദ്രോസ് പറയണത്. ചന്തപ്പണി മാത്രമേ ഇനി പറ്റും. കല്യാണത്തിന് ഓട്ടം പോവും. ശനിയും ഞായറും പോവാല്ലോ. ചെറിയ മക്കളുടെ കാര്യമായതുകൊണ്ട് നഷ്ടമായാലും ഞാനത് അങ്ങോട്ട് ഏറ്റതാ, മാഷ് പറഞ്ഞുകൊണ്ട്. വാനിന്റെ സൈഡില് സ്കൂളിന്റെ പേരെഴുതി കൂടെയെന്നൊരു ഐഡിയ. കൊള്ളാം, അതിമോഹം. ഇതങ്ങോട്ട് പിന്നെ വേറെ പണിക്ക് അയാൾക്ക് പോകാൻ പറ്റാതാവണം. സ്കൂളിന്റെ പേരെഴുതിയ വാൻ ഓടുന്നതൊക്കെ ഒരു സ്റ്റൈലാ. ക്ഷമിക്കേ, ധൃതി കൂട്ടാതെ ഒക്കെ വരും. കത്തുകളുടെ പണി നോക്കാം. ശരി. ആരുടെ കത്താ? മലയാളത്തിലുണ്ട് മറുഭാഗം. ഓ, ഓൾഡ് ഇംഗ്ലീഷ് അല്ലേ? അതൊക്കെ എനിക്കും മനസ്സിലാവും. സ്വഭാവ ഗുണം ഇല്ലാത്തവർ തന്നെയാ ചെറിയ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത്. പാടില്ലെന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങളിവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അല്ലേ? വാടക വീട്ടിലെ ആ അമ്മ ചെറിയ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുന്നു. ഈ ഇംഗ്ലീഷ് പഠിപ്പ് എന്ന് തുടങ്ങിയോ? അന്ന് തുടങ്ങി മൂത്തോരെ ബഹുമാനമില്ലായിക. ഇത് 3ാമത്തെ കണ്ണാടിയാ അമ്മാമ്മ കളയുന്നത്. അപ്പൊ നീയോ വായിച്ചു നോക്ക്. ഒരു പൊതുജനാഭിപ്രായം രൂപീകരിച്ചതിന് ശേഷം വേണ്ടതായിരുന്നു. ബഹുജന പിന്തുണയില്ലാതെ എന്ത് സ്കൂൾ? മുരളി മാഷ് എന്റെ പൊതുജനം. ഒരു ചെറിയ കാര്യമായിരുന്നാലും ഏകാധിപത്യ പ്രവണത തൊള്ളെ കൊള്ളാത്ത വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ വേറെ സ്ഥലം നോക്ക്. സ്ത്രീകളുടെ കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് നീ പോകുന്നില്ലേ?
എനിക്ക് വയ്യ, വല്ലാത്ത തലവേദന. കുറച്ചു ദിവസമായി ഈ തലവേദന ഒഴിഞ്ഞ നേരില്ല. അമ്മയ്ക്ക് എഴുതിയപ്പോ ഡോക്ടർ തമ്പാനെ കാണുക നല്ലതെന്നാ പറഞ്ഞത്. അതിന് എറണാകുളത്ത് പോകുമ്പോഴല്ലേ. ഡോക്ടർ തമ്പാനല്ല, പടച്ച തമ്പുരാൻ നോക്കിയാലും ഈ തലവേദന മാറില്ല. ഞാനൊന്ന് സഹിക്കട്ടെ നാവും. ശാപം. അല്ല, അവനവൻ സങ്കല്പിച്ചുണ്ടാക്കുന്ന സുഖക്കരന് ഒരു ചികിത്സയും ഫലിക്കില്ല. സ്ഥിരമായ അസംതൃപ്തിയുടെ ഈ ഭാവം ഉണ്ടല്ലോ, അതാദ്യം മാറണം. മേഘങ്ങളുടെ മുകളിലെ വാസം നിർത്തി ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ നടക്കാൻ തുടങ്ങിയാൽ വിജയത്തിന്റെ എല്ലാ അസുഖങ്ങളും മാറും. ഹരി, എന്നാണ് അമ്മയുടെ സ്കൂൾ തുടങ്ങുന്നത്? അറിയില്ല. അവിടെ പഠിച്ച കുട്ടികൾ വന്നാ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങുമല്ലോ. മുരളിമാഷ് രാത്രി അവിടുന്ന് ഊണ്. ചിലപ്പോ ചായ കുടിക്കും മാഷ്. നീ മാഷെന്ന് വിളിക്കുക? അമ്മയുടെ സംബന്ധക്കാരനെ എന്താ ഇംഗ്ലീഷ് വിളിക്കുക ടീച്ചറെ? ചെഡാഡി. ചെറിയ കുട്ടികളോട് എന്തിനാതൊക്കെ പറയുന്നത്? ഞാനല്ല, നാട്ടുകാരാ പറയുന്നത്. ലീവ് എടുത്ത് സദാസമയവും അവിടെ തന്നെയല്ലേ ഉള്ളതാ ടീച്ചറെ. വലിയ ലോഹ്യാത്രേ. അപ്പൊ ഇതിനെന്ത്? ഇതൊരു ചെറിയ തുടക്കമാണ്. എല്ലാവരും സഹായിച്ചാലേ എനിക്കിത് കൊണ്ടു നടത്താൻ കഴിയൂ. സംഭാവന പിരിക്കാൻ എന്നെ കിട്ടില്ല, അമ്മുവിന്റെ അച്ഛനെയും കിട്ടിയെന്നുണ്ടാവില്ല. വേണ്ട, മനസ്സുകൊണ്ട് സഹായിച്ചാൽ മതി. ആകെ സ്കൂളിന്റെ മേൽനോട്ടം നടത്താൻ ഒരു കമ്മിറ്റി വേണം. മുരളീധരൻ മാസ്റ്റർക്ക് നിർബന്ധമാണത്. വിജയലക്ഷ്മി വരുന്നു. ഇരിക്കൂ. ഞങ്ങളിവിടെ ചെറിയൊരു കമ്മിറ്റിയുടെ കാര്യം ആലോചിക്കായിരുന്നു. നടത്തിപ്പിന് എന്നെ ഗൈഡ് ചെയ്യാൻ ഒരു കമ്മിറ്റി വേണം. വിജയലക്ഷ്മി പ്രസിഡന്റ് ആവട്ടെ. അയ്യോ, ഞങ്ങൾക്ക് എപ്പോഴാ മാറ്റത്തിന് ഓർഡർ വരാന്നറിയില്ല. അപ്പോഴല്ലേ കുട്ടികളുടെ വിദ്യാഭ്യാസം, പരിശീലനം തുടങ്ങിയതിനെ പറ്റിയെല്ലാം ധാരാളം വായിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട് മിസ്സസ് വിജയലക്ഷ്മി ഭാസ്കർ. അമ്മേ, വന്നോ? ഞാൻ എടുത്തു തരാം. അമ്മ എവിടെ? സ്കൂള് വിട്ടാലും മാഷ് വരാൻ കാത്തു നിൽക്കില്ലേ? മാഷായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോ സമയം പോണത് അറിയുണ്ടാവില്ല അമ്മയ്ക്കും. ഇവിടെ ഗാർഡിയന്റെ പേരാ വേണ്ടത്. നാൽപ്പത്. അഡ്മിഷൻ നിർത്തി. 40 കുട്ടികൾ. ഇത് നമ്മുടെ വടക്കേരിയ. അവർക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാ. ആ, ഫീസ് എന്താന്ന് വെച്ചാ അങ്ങോട്ട് കൊണ്ട് ചേർത്തിക്കോ. വേഗാട്ടെ. കുട്ടികൾ ഫുള്ളായാലും മാളക്കുട്ടിയമ്മേ, ഇനി സീറ്റ് ഇല്ലല്ലോ. ആഹാ, ഇത്രേ ഉള്ളോ? ഒരു സ്റ്റൂളോ ബെഞ്ചോ വല്ലതും വേണമെങ്കിലേ ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം. അങ്ങനെ പറ്റില്ലല്ലോ. വല്ലവരും വിട്ടു പോകുമ്പോ നമുക്ക് എടുക്കാം. വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്പർ 1 നോട്ട് ചെയ്തോളൂ. സീറ്റിലെത്രേ പടി, ഞാനൊന്നും പറയുന്നില്ല. എന്താ ഇത്? ഒരു സാധനം കഴിച്ചിട്ടില്ല. കുറച്ച് മോരും കൂട്ടി കഴിക്കും. സ്കൂളിൽ കൊണ്ടുപോയി അപ്പടി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. മതി മതി, ധാരാളം മതി. ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. അമ്മേ, എനിക്ക് വിരിച്ചതാ. വേണ്ട, എന്താ വെച്ചാ എടുത്തോളണം. ഞാനിവിടെ നിന്നുണ്ടെന്ന് ഒരു ന്യൂസ് ആവും നാളെ. സ്കൂളിന്റെ പങ്കുവെച്ചെടുത്തുള്ള വ്യവസ്ഥകൾ അറിയാൻ പലരും ചോദിക്കുന്നുണ്ട് എന്നോട്. പറയുന്നവര് പറയട്ടെ. ഓടി ഓടി തളർന്നപ്പോൾ ഒരു താവളം കാണാൻ തുടങ്ങിയ സമാധാനം ഉണ്ടിപ്പോൾ. ആളുകളുടെ നാവടങ്ങി കിടക്കില്ല, കൂടുതൽ കേൾക്കേണ്ടി വരും. ഞാൻ വളച്ചു കിട്ടാതെ ഞാൻ നേരെ പറയട്ടെ. ഞാൻ സ്വതന്ത്രനാണ്, അവിവാഹിതൻ. ഹരിയെ വിഷമിപ്പിക്കാതെ
ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പ് തരുന്നു. അത്ര പറഞ്ഞാൽ മതിയല്ലോ. തീരുമാനിക്കേണ്ട സുനന്ദയാണ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോഴല്ല, വളരെ വളരെ മുമ്പ്. സർ, ചെയ്തിടത്തോളം സഹായത്തിന് തന്നെ നന്ദി, കടപ്പാട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ മനസ്സിലുള്ളതിന്റെ ഒരംശം കൂടി വരില്ല. പക്ഷെ മാസ്റ്റർ കൂടുതൽ എന്തൊക്കെയോ അർഹിക്കുന്നുണ്ട്. പ്രാരാബ്ധങ്ങളൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടി മതിയല്ലോ മാസ്റ്റർക്ക്. ഒരു തീപ്പൊരു കെടാതെ മനസ്സിൽ കിടന്നു. അതിപ്പോ വീണ്ടും ഉണർന്നു. എവിടെയോ വെച്ച് വഴിതിരിഞ്ഞു പോയവരാണത്രേ നമ്മൾ. പക്ഷേ വീണ്ടും കണ്ടുമുട്ടാൻ അനുവദിക്കപ്പെട്ടവർ. ശരിയല്ലേ? തെറ്റാണോ ഇതെന്നറിയില്ല. ഈശ്വരന്മാരെ, അവർ നിശ്ചയിച്ചതാവണം ഈ വാടക വീടിന്റെ മുറ്റത്ത് ഞാൻ എത്തിപ്പെട്ട നിമിഷം. ടെക്സ്റ്റ് ബുക്ക് കടം വാങ്ങുമ്പോ മനഃപൂർവ്വം കൈതൊടുന്ന് അറിയാമായിരുന്നു. അന്ന് ഫാഷനിലൊക്കെ കമ്പായിരുന്നു മാസ്റ്റർക്ക്. ഇളം നീല ടീഷർട്ടാണ് നടക്കാനിറങ്ങുമ്പോൾ, അല്ലേ? എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഞാനിപ്പോ മുറ്റത്തിറങ്ങി നിൽക്കും. എനിക്ക് വെള്ളം കുടിക്കണം. ഞാൻ ഇറങ്ങുന്നു. വാതിലടച്ചോളൂ. പിന്നെ ധൃതിയില്ല, സ്കൂൾ തിരക്ക് കഴിയട്ടെ. പറയണ്ട, പറയാതെ അറിയാം. 12 കൊല്ലം കാത്തവന് ഇനിയും ക്ഷമിച്ചൂടെ എന്നല്ലേ ഇപ്പൊ പറയാമെന്നത്. ഐ വിൽ വെയിറ്റ്. എന്താ, ഉറക്കം വരുന്നില്ലേ? നിനക്കെന്താ എപ്പോഴും ഒരു ദേഷ്യം? മാസ്റ്റർ കൊണ്ടുവന്ന ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, രാവിലെ തരാം. വേണ്ട. മാഷ് വിളിക്കുമ്പം നീ എന്താ അടുത്ത് പോവാത്തത്? അമ്മയ്ക്ക് സ്കൂളുണ്ടാക്കി തന്നത് മാഷല്ലേ? നമുക്ക് ആരാ ഉള്ളത് മാഷല്ലാതെ? കുറച്ചു ദിവസം കഴിഞ്ഞ് മാഷിവിടെ താമസിക്കാൻ വരും. അപ്പോളോ? എന്തിനാ? അത് മാഷിവിടെ ഉണ്ടായാൽ നല്ലതല്ലേ? നമുക്ക് ആരുമില്ലല്ലോ. മോൻ ഇഷ്ടമല്ലേ? മാഷ വേണ്ട. നിനക്കെന്താ വെറുതെ ഒരു ദേഷ്യം? ആരും വേണ്ട. എനിക്ക് മാഷ വേണ്ട. വേണ്ട, അതിന് ബഹളം കൂട്ടണ്ട. കിടന്നോ. അമ്മ വെറുതെ പറഞ്ഞല്ലേ. ഉറങ്ങിക്കോ. വേണ്ട, ആരും വേണ്ട. എനിക്ക് മാഷ വേണ്ട. ഇത് കണ്ടോ, ഞാനാ ക്യാപ്റ്റൻ. ആന്റി ഇല്ലാത്തപ്പോ ക്ലാസ് ഞാനാ മൈൻഡ് ചെയ്യാ. ഡോണ്ട് ടോക്ക് എന്ന് പറഞ്ഞ് പിന്നെയും സംസാരിച്ചാ ഞാൻ പേര് നോട്ട് ചെയ്യും. ഹരിയുടെ ക്ലാസ്സിൽ ആരാ ക്യാപ്റ്റൻ? അച്ഛൻ എനിക്ക് ചെറിയൊരു വാച്ച് വാങ്ങി തരും, നടക്കുന്ന വാച്ച്. അപ്പൊ നടക്കാത്ത വാച്ച് ഹരിക്ക് തരേ. പോടാ. അരിമോനെ, അമ്മ വിളിക്കേ. ഇന്ന് 12 മണി വരെ ബാങ്കുള്ളൂ. മറന്നിട്ടില്ല, വരുമ്പോ കൊണ്ടുവരാം. ഹരി, അമ്മ വേഗം വരാട്ടോ.
മോന്റെ പറഞ്ഞാളാ അന്നല്ലേ നന്നായി വരട്ടെ. പിറന്നാളുകാരൻ എന്നെ ക്ഷണിച്ചില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ. വാങ്ങിക്കേ. സദ്യയൊക്കെ കേമാക്കാൻ പറയണം അമ്മയുടെ അടുത്ത്. അമ്പലത്തിലൊരു പായസം കഴിച്ചു. വേറെന്ത് സദ്യ? എന്റെ കുട്ടിക്ക് ഒരു പിറന്നാളിന് ഒരു സമ്മാനം കിട്ടുന്ന ആദ്യമായിട്ടാ. ഇത് പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അടുത്ത മാസത്തിലെ തിരുവോണം അതെനിക്ക് മുമ്പേ ഓർമ്മയുണ്ട്. ബന്ധുക്കൾ വരൽ, കൂടിയാലോചനകൾ, ഇതൊന്നും വേണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും. ഭാഗ്യം. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ആലോചിക്കട്ടെ. ഇനിയും എന്താ ആലോചന? ഓ അത് ശരി, ഞാനത് മറന്നു. ഒറ്റ വീർപ്പിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ മറുപക്ഷത്ത് നിന്ന് അനുകൂലമായൊരു മറുപടി ലഭിച്ചില്ലല്ലോ. ടേക്ക് യുവർ ഓൺ ടൈം. ആ, ഞാൻ ഈ വഴിക്കാം. വൈകിട്ട് വരാം. സ്വല്പം പായസം എനിക്ക് വെച്ചേക്കണം. ഹരിമോനെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. വരട്ടെ.